ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജുലിനാസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബനാന പാൻകേക്കാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഹെൽത്തി സ്നാക്കാണിത്. ബ്രേക്ക്ഫാസ്റ്റായും ഈവനിങ് സ്നാക്കായും നമുക്കിത് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 നേന്ത്രപ്പഴമാണ്. ഈ നേന്ത്രപ്പഴം നല്ല ഓവറായി പഴുത്തതാട്ടോ. ഇത്രയും പഴുത്ത് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആരും കഴിക്കാൻ തയ്യാറാവില്ല. എന്നാൽ അതുകൊണ്ട് നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കാം. ആദ്യം നമുക്ക് ഈ പഴം ചെറുതായി അരിഞ്ഞെടുക്കാം. ഇപ്പോൾ ഞാൻ 2 പഴവും അരിഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തു കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ചേർത്താലും മതി കേട്ടോ. ഇതിൽ ആ മുട്ടയുടെ സ്മെല്ലൊന്നും ഇല്ലാതിരിക്കാനാണ് നമ്മൾ വാനില എസൻസ് ചേർത്തത്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. അതിടാം. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എടുത്താൽ മതി. അത് ഇത്ര എടുക്കണ്ട, കുറച്ചെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിൽ ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പോൾ ഞാനിത് മിക്സ് ചെയ്ത് വന്നപ്പോൾ കുറച്ച് തിക്കായിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് അല്പം പാലൊഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. കണ്ടോ, ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അധികം തിക്കായി പോകാനും പാടില്ല, അധികം ലൂസായിട്ട് പോകാനും പാടില്ല. ഇപ്പോൾ ഞാൻ ഒരു ഫ്രൈ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ പാൻ ചൂടായതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. ഇനി നമുക്കിത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒന്നാട്ടോ ഇത്. ഇനി നമുക്കിത് എടുക്കാം. നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇടാം കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മീതെ അല്പം നെയ്യോ ബട്ടറോ തേച്ച് കൊടുക്കാം കേട്ടോ. അല്പം ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഇനി ഇത് രണ്ടും ഇല്ലെങ്കിൽ ഓയിലായാലും മതി കേട്ടോ. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് മേലെയും അല്പം ബട്ടർ അല്ലെങ്കിൽ നെയ്യ് പുരട്ടി കൊടുക്കാം. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കുട്ടികൾക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആയി കൊടുക്കണമെങ്കിൽ ഈ പാൻകേക്കിൻ്റെ കൂടെ കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ മേപ്പിൾ സിറപ്പ്, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ന്യൂട്ടല്ലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒന്നുമില്ലെങ്കിലും ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റി ആട്ടോ. അങ്ങനെ നമ്മൾ വളരെ ഹെൽത്തിയായ ബനാന പാൻകേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. കുട്ടികൾക്കൊക്കെ നിങ്ങളിത് ഉണ്ടാക്കി കൊടുക്കണം. ചില കുട്ടികൾ പാല് കുടിക്കാറില്ല, ചില കുട്ടികൾക്ക് നേന്ത്രപ്പഴം ഇഷ്ടമല്ല, ചില കുട്ടികൾ മുട്ടയുടെ മഞ്ഞ കഴിക്കില്ല, മുട്ടയോട് വെറുപ്പാണ്. ഇങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഇത് പോഷകമായ ഒരു സ്നാക്കാണ്. ഇത് പാലും പഴവും മുട്ടയും എല്ലാം ചേർന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. പിന്നെ ഒരു കാര്യം, മൈദയ്ക്ക് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ചേർക്കാവുന്നതാണ്. പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ ശർക്കരയും ചേർക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം. മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.